ആസ്വാദകരുടെ മനം നിറയ്ക്കാൻ ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ. ജെന്റ്സ് ഹെയർ കട്ട്, ഹെയർ വാഷ്, ഹെയർ സെറ്റിംഗ് എന്നിവ 150 രൂപയ്ക്കും, ഹെയർ ഡൈ 150 രൂപയ്ക്കും, ത്രെഡിംഗ് 20 രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു. ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം. ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ, PR പ്ലാസ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം, തോന്നൂർക്കര. ഫോൺ 04884 252124. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ സമാപിച്ചു. കോൺഗ്രസ് നേതാവ് PM അനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കാലമായി 10, 25, 30, 40 വർഷക്കാലമായി ചേലക്കരയുടെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ നിയന്ത്രിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും കഴിവുള്ള ആളുകൾ ഇന്ന് റോട്ടിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്തിനകത്ത് പറയുമ്പോൾ ആ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യവും അവരുടെ രാഷ്ട്രീയ ഇന്നലകൾ എന്തായിരുന്നു, ഇന്ന് എന്താണ് എന്നുള്ളതൊന്നും അപ്പുറത്ത് നിൽക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ന്റെ മുന്നിൽ ഞാൻ ഇത്രയും അംഗങ്ങളുടെ പേര് പറയാനുണ്ടായ സാഹചര്യം, ഇവരൊന്നും ഇന്നലെ രാവിലെ വന്ന് ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായതോ അല്ല. ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 100% കൃത്യമായ അറിവും ബോധവുമുള്ള, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ പറ്റി കൃത്യമായി പഠിക്കാൻ കഴിവുള്ള, പഠിച്ചിട്ടുള്ള, അവരുടെ വിഷയങ്ങൾ ആരുടെ മുന്നിലും വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയുള്ള മെമ്പർമാർ തന്നെയാണ്. അവരെ എന്തിനാണ് നിങ്ങൾ റോട്ടിലേക്ക് ഇറക്കിയിരുത്തിയത്? കഴിഞ്ഞ 4 വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM, ആ CPM-നെതിരെ ജനാധിപത്യപരമായി ഗ്രാമപഞ്ചായത്ത് യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും പറയുക എന്നതിനപ്പുറത്തേക്ക് സാമാന്യമായി ചെയ്യേണ്ട സമരമുറകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം സ്വാഭാവികമായും പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് എന്ന് കേവലം CPM മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പഞ്ചായത്ത് രാജ് സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ 1 രൂപ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു പൗരന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ പഞ്ചായത്ത് രാജ് നിയമത്തെ കുറിച്ച് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ രാജീവ് ഗാന്ധി പറഞ്ഞത് 1 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ആ പൗരന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് 20 പൈസയായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള കാരണത്താലാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ ചേലക്കരയിൽ ഉണ്ടാകുന്ന ഈ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ വാർഡുകളിൽ റോഡിന് കൂടുതൽ പണം വെക്കുക. അങ്ങനെയാണോ? വീടുകൾ വെക്കുമ്പോൾ നിങ്ങളുടെ CPM-ന്റെ മെമ്പർമാരുള്ള വാർഡുകളിൽ കൂടുതൽ വീടുകൾ വെക്കുക. കോൺഗ്രസിന്റെ മെമ്പർമാർക്ക് കുറച്ച് കുറവ്, BJP-യുടെ മെമ്പർമാർക്ക് കുറച്ച് കുറവ്, മറ്റ് അംഗങ്ങളില്ലാത്ത പ്രദേശം, അങ്ങനെ ആ രീതിയിലാണോ നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. കോൺഗ്രസ് ജയിച്ചു വന്ന വാർഡുകളിൽ CPIM-കാരില്ലേ, പാവങ്ങളില്ലേ, ബുദ്ധിമുട്ടുന്നവരില്ലേ? അവിടെ നിങ്ങൾ പറയേണ്ടത് കോൺഗ്രസുകാരന്റെ പ്രദേശത്ത് കോൺഗ്രസുകാരന് വീട് കൊടുക്കുക എന്നുള്ള തത്വത്തിലാണ് ഞങ്ങളുടെ മെമ്പർമാർ പോകുന്നതെന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ന് പറയാൻ കഴിയോ? CPM മെമ്പർമാർ ജയിച്ച വാർഡുകളിൽ CPIM-ന്റെ ആളുകൾക്ക് മാത്രമാണോ നിങ്ങൾ വീട് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഗ്രാമസഭകളിൽ, ആ ഗ്രാമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ആ പ്രദേശത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് ആ വീടുകൾ കൊടുക്കുന്നത്. അവിടെ എന്താ രാഷ്ട്രീയം? മെമ്പറുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? മെമ്പർമാർ രാഷ്ട്രീയം നോക്കിയിട്ടാണോ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? അല്ല. ഇവിടെ ഗ്രാമസഭകളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിന്റെ ആനുപാതികമായി പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അടിച്ചു കയറ്റുന്ന മിനിറ്റ്സ് ബുക്കിനകത്ത് വാർഡ് തിരിച്ച് ഒരു ഗുണഭോക്താവിന്റെ പേരെഴുതാൻ ഈ നിയമത്തിൽ പറയുന്നുണ്ടോ? പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റ് എന്നല്ലേ ഇതിന്റെ പേര്? നിങ്ങൾ എങ്ങനെ വാർഡ് തിരിക്കുക? എന്താ ചേലക്കരയിലെ CPIM-ന്, ചേലക്കരയിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ന്റെ ലോക്കൽ കമ്മിറ്റിയാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയാണോ ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.